Next topic is AM and PM. This is a new topic for you. AM and PM. Have you heard about this AM and PM? നമ്മൾ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ തന്നപ്പോൾ നമ്മൾ PM TP ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് 7 PM അങ്ങനെയല്ലേ പറയുന്നത്. വാട്ട് ഈസ് ദിസ് AM and PM? Yes. AM stands for anti-meridian. Anti-meridian. PM stands for post-meridian. Anti-meridian and post-meridian. A stands for anti, M stands for meridian. Here P stands for post and M stands for meridian. Anti-meridian and post-meridian. How many hours are there in a day? Yes, 24 hours are there. And we divide this 24 hours into 12 hour and 12 hour. 24 hours ഉള്ളതിനെ നമ്മൾ 12 hour-ഉം 12 hour-ഉം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് 12 ആണ് ആന്റി മെറിഡിയം, സെക്കൻഡ് 12 ആണ് പോസ്റ്റ് മെറിഡിയം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് AM, സെക്കൻഡ് ഹാഫ് PM. And AM means time from 12 o'clock midnight to 12 o'clock noon. നമ്മൾ രാത്രി ഒരു 12 മണിയില്ലേ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 12 മണി, ആ 12 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയില്ലേ, അവിടെ വരെയുള്ള ടൈമാണ് AM എന്ന് പറയുന്നത്. രാത്രി 12 മണി തൊട്ട് രാവിലെയല്ല ഉച്ചയ്ക്ക് 12 മണി വരെ, നൂൺ ടൈമിലുള്ള 12 മണി വരെയുള്ള സമയമാണ് AM. Time from 12 o'clock midnight to 12 o'clock noon, that is AM, is represented by AM, anti-meridian. Then ഉച്ചയ്ക്ക് 12 മണി, ഈ 12 മണി എന്ന് പറയുന്നത് രാത്രിയിലെ 12 മണി 12 AM ആയിട്ടും നൂൺ ടൈമിലെ 12 മണി എന്ന് പറയുന്നത് 12 PM ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മാറിപ്പോകരുത്. ഓക്കെ, മിഡ് നൈറ്റ് 12 o'clock is represented as AM and noon 12 o'clock is considered as 12 PM. അപ്പൊ 11:59 വരെയുള്ള നമ്പറാണ് നമ്മൾ AM-ൽ കൂട്ടുന്നത്. രാവിലെ 11:59 വരെ AM-ഉം വൈകിട്ടത്തെ 11:59 വരെയുള്ളത് PM-ഉം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, then പോസ്റ്റ് മെറിഡിയം. പോസ്റ്റ് മെറിഡിയം means time from 12 o'clock noon to 12 o'clock midnight. നൂൺ ടൈമിലെ 12 o'clock തൊട്ട് മിഡ് നൈറ്റിലെ 12 o'clock. അതായത് നമ്മൾ സ്കൂളിൽ വരുവാണെങ്കിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞ് ഹോംവർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമൊക്കെയാണ് PM ആയിട്ട് പറയുന്നത്. AM ആയിട്ട് പറയുന്നതോ, യെസ്, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ടൈം, രാവിലെ നമ്മൾ റെഡിയായി സ്കൂളിലോട്ട് വന്നു, സ്കൂളിൽ ലഞ്ച് കഴിക്കുന്നിടം വരെയുള്ള ടൈമാണ് നമ്മൾ AM ആയിട്ട് പറയുന്നത്. Then PM. Time from 12 o'clock noon to 12 o'clock midnight is considered as PM. Okay. We will understand AM and PM by exercise 4B. Write AM or PM. 8 o'clock in the morning. Morning means yes, രാവിലെ. രാവിലെ 8 o'clock എന്ന് പറഞ്ഞാൽ AM ആയിരിക്കോ PM ആയിരിക്കോ? Yes, AM. 9 o'clock before noon. Before noon. നൂണിന് മുമ്പുള്ള 9 o'clock. നൂണിന് മുമ്പുള്ള 9 o'clock. Yes, നൂണിന് മുമ്പായതുകൊണ്ട് AM ആയിരിക്കും. 6:10 in the evening. വൈകുന്നേരം. യെസ്, നൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PM അല്ലേ, 12 നൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PM ആണ്. സോ PM. 2 o'clock afternoon. Noon കഴിഞ്ഞിട്ട് afternoon. Before noon, afternoon, morning, evening. മോർണിംഗും ബിഫോർ നൂണും ആണെങ്കിൽ AM ആയിരിക്കും. ഇനി ഈവനിങ്ങും ആഫ്റ്റർനൂണും ആണെങ്കിൽ യെസ്, PM ആയിരിക്കും. ബിഫോർ നൂൺ മോർണിംഗ് AM ആയിരിക്കും, ഈവനിങ് ആഫ്റ്റർനൂൺ PM ആയിരിക്കും. Then
4, 5 after midnight. After midnight. After midnight എന്ന് പറയുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ളത്. അന്നേരം എത്രയായിരിക്കും? AM ആയിരിക്കോ PM ആയിരിക്കോ? 4 o'clock എന്ന് പറയുന്നത് രാവിലത്തെ 4 o'clock. Yes, it is AM. Then fill in the blanks by choosing the correct time for each from the bracket. I eat lunch at 2:30 AM or 2:30 PM. 2:30 AM 2:30 PM നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. എപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്? നൂൺ ടൈമിലല്ലേ നമ്മൾ ലഞ്ച് കഴിക്കുന്നത്? നൂൺ ഓർ ആഫ്റ്റർനൂൺ. സോ ഇറ്റ് ഈസ് 2:30 PM. അപ്പൊ 2:30 AM എന്ന് പറയുന്നത് ഏത് സമയമായിരിക്കും? യെസ്, രാത്രി നമ്മൾ ഉറങ്ങുന്ന ഒരു 2:30 ഉണ്ട്, അതാണ് 2:30 AM. The sun sets at സൂര്യൻ അസ്തമിക്കുന്ന എപ്പോഴാണ്? സൂര്യൻ പോകുന്ന സമയം. സൂര്യൻ പോകുന്ന സമയം, സണ്ണ് പോകുന്ന സമയം. AM ആണ് PM ആണ്? AM സൂര്യൻ വരുവാ അല്ലേ? നമ്മളൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സൂര്യൻ പതി ഉദിച്ച് വന്നെ ഉണ്ടാവുള്ളൂ. സോ 6:30 PM. My father comes back from office at. അച്ഛൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം എപ്പോഴാണ്? നോർമലി അച്ഛൻ ഓഫീസിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊന്നും കൺസിഡർ ചെയ്യേണ്ട. അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ടാവും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ, ആ ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടിക്കാർ ഇത് കൺസിഡർ ചെയ്യണ്ട കേട്ടോ. മൈ ഫാദർ കംസ് ബാക്ക് ഫ്രം ഓഫീസ് അറ്റ്. ഓഫീസിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വന്നെ? 7 AM ആണോ 7 PM ആണോ? 7 AM എന്ന് പറയുന്നത് നമ്മളൊക്കെ എണീറ്റ് വന്ന ആ 7 ആണ്, രാവിലത്തെ 7 AM. 7 PM എന്ന് പറയുന്നതാണ് നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയം. The sun rises at. സൺ റൈസ് ചെയ്യുന്ന ഏത് സമയത്താണ്? മോർണിംഗ് ഓർ ഈവനിങ്? മോർണിംഗ്. സോ ഇറ്റ് വിൽ ബി 5:30 AM. Then question number 3. What will it be 3 hours after these times? കുറച്ച് ടൈമുകൾ അവരെ ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതില് ആ തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ് 3 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എത്രയായിരിക്കും സമയം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മളിപ്പോ 7 മണിക്ക് എഴുന്നേറ്റു, അപ്പൊ 3 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എത്ര ടൈം ആയി എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. It is very simple. Just listen here. Okay. First, our question is 7:15 PM. 7:15 PM. 7:15 PM എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞ് 3 മണിക്കൂറൂടെ കഴിഞ്ഞ സമയം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആഫ്റ്റർ 1 hour, 7:15 PM ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 hour കഴിഞ്ഞ് എത്രയായിരിക്കും സമയം? യെസ്, 1 hour കഴിയുമ്പോൾ ആ 7-ന്റെയും 8-ന്റെയും നടുക്കിരുന്ന് അവർ ഹാൻഡ് എന്താവും? ഇൻ ബിറ്റ്വീൻ 7 and 8 നിന്ന് 8 and 9 ആവും. സോ ഇറ്റ് ഈസ് 8:15 PM. 1 hour കഴിയുമ്പോൾ 8:15 PM ആവും. ഒരു 1 hour കൂടെ കഴിഞ്ഞാലോ? യെസ്, 9:15 PM. ഒരു 1 hour കൂടെ കഴിഞ്ഞാലോ? യെസ്, 10:15 PM. 1 hour plus 1 hour 2 hour plus 1 hour 3 hour. So 7:15 3 hour കഴിഞ്ഞാൽ എത്രയായിരിക്കും ടൈം? യെസ്, 10:15 PM. Our time is 10:15 PM. Then question number B. Noon. Noon എന്ന് പറഞ്ഞാൽ 12 PM. That we considered, right? Yes. Noon means 12 PM. 12 PM നെയാണ് നമ്മൾ noon എന്ന് പറയുന്നത്. അപ്പൊ 1 hour കഴിഞ്ഞാലോ? Yes, 1 PM. Again after 1 hour, 2 PM. Again after 1 hour, yes, 3 PM. Noon എന്ന് പറയുന്നത് 12 PM ആണ്, മറന്നു പോകരുത്. Noon. അത് മിസ് പറഞ്ഞില്ലായിരുന്നോ? Noon എന്ന് പറയുന്നത് 12 PM. 12 PM കഴിഞ്ഞാൽ next hour, yes, 1 PM. Next hour is 2 PM and next hour is 3 PM. Question number C. 3:30 AM. 3:30 AM. After 1 hour it is 4:30 AM. After 1 hour 5:30 AM. After 1 hour, yes, 6:30 AM. So our answer is 6:30 AM. Question number D. Midnight. Yes. Please note, noon means 12 PM. Midnight means 12 AM. Noon എന്ന് പറയുന്നത്
12 PM ആണ്. മിഡ് നൈറ്റ് എന്ന് പറയുന്നത് 12 AM ആണ്. അപ്പൊ നമ്മുടെ ദിവസം തുടങ്ങുന്നത് രാത്രിയിലാണ്. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ പുതിയ ദിവസമാണെന്ന് പറയും, പക്ഷെ നമ്മൾ പുതിയ ദിവസത്തിൽ ആദ്യം ഉറങ്ങുക ചെയ്യുന്നത് അല്ലെ. ഈ 12 AM കഴിഞ്ഞാൽ പിന്നെ പുതിയ ദിവസമാണ്. So midnight means 12 AM. After 1 hour it is 1 AM. After 2 hour it is 2 AM. After 3 hour it is 3 AM. So 3 AM is our answer. Next is question number 4. Write the number of hours between. 2 times are given there. We need to find out the number of hours between that 2 times. 2 time തന്നിട്ടുണ്ട്. എയിൽ കണ്ടോ 5 AM and 10 AM. 5 AM നും 10 AM നും ഇടയ്ക്ക് എത്ര hours ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. After 1 hour it will be 6 AM. Next hour 7 AM. Next hour 8 AM. 9 AM, 10 AM. How many hours are there? 5 AM. After that, 6 AM, 7 AM, 8 AM, 9 AM, and 10 AM. How many hours? 5 hours. 5 hours ഉണ്ട്. Then question number B. Question number B is 8 PM and 4 AM. ഒരു ടൈം തന്നിരിക്കുന്നത് PM ലും ഒരു ടൈം തന്നിരിക്കുന്നത് AM ലുമാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കണ്ടോ 8 PM and 4 AM. അപ്പൊ നമുക്ക് നോക്കാം. 8 PM കഴിഞ്ഞ് 1 hour കഴിഞ്ഞാൽ 9 PM, 10 PM, 11 PM, 11 PM കഴിഞ്ഞാൽ 12 AM. 11 PM കഴിഞ്ഞു വരുന്നത് 12 AM. Then 1 AM, 2 AM, 3 AM, 4 AM. How many hours? 8 hours. I will tell once again. PM ഉം AM ഉം കൂടെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. PM ഉം AM ഉം കൂടെ വരുമ്പോൾ ഓക്കെ. 8 PM കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ 9 PM, 10 PM, 11 PM. After 11 PM it will be 12 AM, 1 AM, 2 AM, 3 AM, 4 AM. How many hours? 8 hours. Okay. Next question is question number C. 7 AM and 9 PM. അപ്പൊ ഇവിടെ ഒരു ടൈം AM ലും ഒരു ടൈം PM ലും അല്ലേ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 7 AM. After 7 AM, 1 hour after 7 AM, 8 AM, 9 AM, 10 AM, 11 AM. After 11 AM, 12 PM. 12 PM, 1 PM, 2 PM, 3 PM, 4 PM, 5 PM, then 6 PM, 7 PM, 8 PM, 9 PM. Okay, 9 PM. So 10 plus 4. 10 plus 4 is 14 hours. How many hours are there? 14 hours. I will repeat. After 1 hour, 7 AM after 1 hour it is 8 AM, 9 AM, 10 AM, 11 AM. After that 12 PM. 11 AM കഴിഞ്ഞാൽ 12 PM ആണ്. മറന്നു പോകരുത്. AM ഉം PM ഉം മാറിപ്പോകരുത്. Okay. 1 PM, 2 PM, 3 PM, 4 PM, 5 PM, 6 PM, 7 PM, 8 PM, 9 PM. So 14 hours. അപ്പൊ നമ്മൾ AM ഉം PM ഉം നോക്കിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് 7 o'clock, 8 o'clock, 8 o'clock, 9 o'clock, 2 hours വരുള്ളൂ. But actually it is 14 hours. Then question number D.
12 noon and 6 p.m. 12 noon. 12 noon എന്ന് പറയുന്നത് 12 p.m. ആണ് 12 a.m. ആണോ? Yes, 12 p.m. So 12 p.m. to 6 p.m. After 12 p.m., 1 p.m., 2 p.m., 3 p.m., 4 p.m., 5 p.m., 6 p.m. Okay, 6 hours. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം AM ആണോ PM ആണോ എന്നൊക്കെ രണ്ടും ഒരു യൂണിറ്റിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് എണ്ണി അങ്ങ് പോയാൽ മതി. രണ്ടും ഒരെണ്ണം AM ഉം ഒരെണ്ണം PM ഉം ആണെങ്കിൽ നമ്മൾ ആ 12 വരുമ്പോൾ നമ്മൾ അത് AM ആണെങ്കിൽ PM ആക്കണം, PM ആണെങ്കിൽ AM ആക്കിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, next is question number 5. I went for shopping at 4 p.m. and came back at 8 p.m. How much time did I spend for shopping? ഞാൻ 4 PM ഞാൻ ഷോപ്പിങ്ങിന്, അതായത് ഈവനിങ് 4 o'clock ഞാൻ ഷോപ്പിങ്ങിന് പോയി. നൈറ്റ് 8 PM എന്ന് പറയുന്നത് നൈറ്റ് ആണ്. നൈറ്റ് 8 PM ഞാൻ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സമയം ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു എന്നാണ് ചോദിക്കുന്നത്. How we can consider? Yes, I start from 4 p.m. After 1 hour, 5 p.m. After 1 hour, 6 p.m. After 1 hour, 7 p.m. After 1 hour, it is 8 p.m. അപ്പോൾ 8 p.m. ഞാൻ തിരിച്ചു വന്നു. 4 p.m. ഞാൻ പോയി, 8 p.m. തിരിച്ചു വന്നു. എത്ര hours ഉണ്ടെന്ന് നോക്കിയേ? 1, 2, 3, 4 hours. So, I spent 4 hours for shopping. ഞാൻ ഷോപ്പിങ്ങിന് 4 hours. അപ്പൊ ഇവിടുന്ന് 4 സ്റ്റാർട്ട് ചെയ്യുക, 8 എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, എത്ര hours ഉണ്ടെന്ന് നോക്കുക. So 4 hours. So question number 6 and 7 you must do by yourself. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക 6 ഉം 7 ഉം. Next is question number 8. My mother leaves for office at 8 a.m. 8 a.m. means, yes, 8 o'clock in the morning. അമ്മ രാവിലെ ഓഫീസിലോട്ട് 8 o'clock, morning 8 o'clock പോയി. That is 8 a.m. And reaches home at 6 p.m. തിരിച്ചു വന്നത് എപ്പോഴാണ്? Yes, 6 മണിക്ക് വൈകിട്ട്. PM means evening. Evening 6 o'clock തിരിച്ചു വന്നത്. How many hours is she away from home? അമ്മ അപ്പം വീട്ടിൽ നിന്ന് എത്ര സമയം മാറി നിന്നു? Okay, we start from 8 a.m. then 9 a.m. then 10 a.m. 11 a.m. 12 p.m. After 11 a.m. it is 12 p.m. Don't forget this. After 11 a.m. next is 12 p.m. not a.m. 12 p.m. Then 1 p.m. 2 p.m. 3 p.m. 4 p.m. 5 p.m. and 6 p.m. 6 p.m. അമ്മ തിരിച്ചു വന്നു. ഇനി എത്ര hours ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Number of hours she is away from home equal to 10 hours. For 10 hours she is away from home. Thank you. If you are having any doubt, don't be lazy to call me. Please call and clarify your doubts.